നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ചില്ലി സോയ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് സോയ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സോയനെ വെള്ളം വാർന്നിട്ട് മാറ്റി വെക്കുക. പിന്നീട് കടലമാവ്, കോൺഫ്ലവറിൻ്റെ പൊടി, റെഡ് ചില്ലി പൗഡർ, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് എണ്ണ ഒഴിച്ച് നമ്മളിതിനെ കുതിർത്ത് വെക്കുക. 1 മണിക്കൂർ നേരം നമ്മളിതിനെ മിക്സ് ചെയ്ത് വെക്കുക. പിന്നീട് ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചതിനെ വറുക്കാനെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ചില്ലി ചിക്കൻ പോലെ ഇരിക്കും. നല്ല ടേസ്റ്റ്. അത് വറുത്ത് കഴിഞ്ഞാൽ ചുമ്മാ വറുത്ത് തിന്നാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നീട് നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സവോള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം എല്ലാ സോസുകളും റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, സ്കിച്ച്വാൻ സോസ് ഇതെല്ലാം ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ഇതിലേക്കിട്ട് കോൺഫ്ലവർ കൊണ്ട് കലക്കി മിക്സ് ചെയ്ത് മല്ലിയിലയും തൂക്കി ഉപയോഗിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു.